വ്യത്യാസം മനസ്സിലാക്കൂ, നല്ലത് മാത്രം കഴിക്കൂ. മസ്ലീസ്, the true ice cream. ഗോപുനന്ദിലെ ജിമാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. 70% വരെ ഡിസ്കൗണ്ടും നേടൂ. ഗോപുനന്ദിലെ ജിമാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും. ഇന്ന് ഈ വീടിനോട് വിട പറയാൻ പോവുകയാണ്. മേടിക്കുന്ന കാശിനുള്ള പണിയെടുക്കുന്നുണ്ട്. CCTV ഉണ്ട്, വലിയ ജനാലകളുണ്ട്. ഈ വീട്ടിൽ അവരറിയാത്ത ഒന്നും സമാധാനം മാത്രമല്ല, ഒരു പൂച്ചയുടെ അത്രേ ഉള്ളൂ. പാവ് പാവ് ഇവനങ്ങനെ ആരും അക്രമകാരി ഒന്നുമില്ല, കടിക്കൂല. സോഫയൊക്കെ കടിച്ചു വെച്ചിട്ടുണ്ടല്ലോ. ഞങ്ങളുടെ റാംബോയും പിന്നെ ഇവനും പാർട്ണർഷിപ്പിലാണ് ഇതൊക്കെ നടന്നേക്കുന്നത്. കുട്ടി ക്യാമറ കാണുന്നുണ്ടല്ലോ. അതെ, അത് ഞങ്ങൾ നേരത്തെ ബ്ലോഗ് ചെയ്തുകൊണ്ടിരുന്ന സാധനമാണ്. ആൾക്കാരുടെ തെറി കൂടുതലായപ്പോൾ അത് നിർത്തി. ഇത് ഞങ്ങൾ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചാക്കുന്ന. ഇതാണ് ആദ്യമായിട്ട് യാത്ര ചെയ്ത ടയർ. ഇതിനകത്ത് കുറേ സാധനം, വണ്ടിയുടെ ബോട്ട് പോലും കൊടുക്കൂല. അന്ന് കുക്ക് ചെയ്ത സാധനങ്ങൾ, പിന്നെ ബാരലിലെ എണ്ണ. അപ്പൊ ഇനി പാസ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ വണ്ടി ഇവിടുന്ന് ഈ അങ്ങാടിക്കടവിൽ നിന്ന് നമ്മൾ വണ്ടി ഓടിച്ച് അമേരിക്കയിൽ പോവാ. അങ്ങനെ ഇവിടുന്ന് വണ്ടി ഓടിച്ച് ഇന്ത്യയിൽ നിന്ന്, നേപ്പാളിൽ നിന്ന്, ചൈന വഴി കസാക്കിസ്ഥാനിലാണ്. ഇനി അത് അവിടുന്ന് റഷ്യ വഴി യൂറോപ്പിൽ പോയി അങ്ങനെ അമേരിക്ക ഓടി. അപ്പൊ നിങ്ങൾ പോണ്ടേ? ഞങ്ങൾ പോകണം. സാധനമില്ലല്ലോ, പാസ്പോർട്ട് ഇല്ലല്ലോ. പാസ്പോർട്ട് കഥ ചോദിച്ചിട്ട് നിങ്ങൾ കഥയിൽ ആരാന്ന് ചോദിച്ചു ഞാൻ എന്നാ പറയാനാ. ഓക്കെ അപ്പൊ ഇത്രേ ഉള്ളൂ. ഇനി കൂടുതൽ കാണിച്ചു കഴിഞ്ഞാൽ നാറും, അതുകൊണ്ടില്ല. ഇല്ല, ഇവിടെ ഞാൻ ശ്രദ്ധിച്ചപ്പോഴേ ഇത് ഭയങ്കര സാധാ വീട്ടിലെ മതില് പോലെയല്ല, ഇതൊരു ഷീറ്റാ. അതായത് നമുക്ക് ഒട്ടും പുറത്തേക്ക് കാണാൻ പറ്റില്ല. എന്താ അങ്ങനെ ഒരു? ഞങ്ങള് വളർത്തുന്ന 2 ഡോഗ്സ് ഉണ്ട്. ഒന്നൊരു സൈബീരിയൻ ഹസ്കിയും ഒന്നൊരു ബീഗിളും. കാരണം ഞാൻ കുറച്ച് കഴിയുമ്പോൾ എടുത്തോണ്ട് വരാം. അപ്പൊ ഈ ബീഗിളാണല്ലോ ഇവിടെ എല്ലാം തിന്നു. അതിങ്ങനെ ഈ വണ്ടിയൊക്കെ കടിച്ച് നശിപ്പിക്കുക. പിന്നെ പെടപ്പ് കൊള്ളുക. അപ്പൊ ആ പെടപ്പായതുകൊണ്ട് തന്നെ സംബന്ധിച്ചാൽ ഈ ഗേറ്റ് ഇല്ലാതെ ഇങ്ങനെ ചാടി തുറന്ന് പോയി കഴിഞ്ഞാൽ ഇതുങ്ങളെ കിട്ടൂല. അപ്പൊ അതുകൊണ്ട് ഇതിനെ ഇങ്ങനെ പോകാതിരിക്കാൻ വേണ്ടി വേറൊരു റീസൺ കൂടെ ഞാൻ കേട്ടല്ലോ. എന്നാ? ആൾക്കാരെ വന്ന് നോക്കുന്നു. അങ്ങനെയൊന്നുമല്ല, അതുകൊണ്ടൊന്നുമല്ല. ഇതാണ് മെയിൻ സംഭവം. അതാണ് അല്ല, അതായത് നമ്മൾ ഇത് കെട്ടാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം അത് തന്നെയാ. പിന്നെ നമ്മൾ വീടിനൊക്കെ വാസ്തു ഉണ്ടല്ലോ, ബൗണ്ടറി ഒക്കെ വേണമെന്നുള്ള അപ്രകാരമൊക്കെ ആയിട്ട് കെട്ടിയതാണ്. ചേച്ചി കില്ലിക്കില്ലി അടിക്കുന്ന പക്ഷെ ഞങ്ങൾ വിടൂല. നമുക്കൊരു ഇങ്ങനെ ഇറക്കാണ് ഇങ്ങനെ ആക്കിയത് ഈ ബസ് കയറാൻ വേണ്ടി. ഈ ബസ് കയറാൻ വേണ്ടി ബസ് ഇങ്ങനെ ഇട്ടോണ്ട് അപ്പൊ ഇങ്ങനെ ബേക്ക് എടുത്തിടാൻ വേണ്ടി പണിതാണ്. പിന്നെ വേറെ വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു. ഒരു ടാറ്റ സഫാരി ഉണ്ടായിരുന്നു. അല്ല, അത് ഇടിച്ചു. കഴിഞ്ഞ മുന്നത്തെ മാസം ഉണ്ട് ആക്സിഡന്റ്. അപ്പൊ അതിപ്പം ഒരു സ്ഥലത്തുള്ള. പിന്നെ അങ്ങനെ അത് CCTV ഉണ്ട്, വലിയ ജനാലകളുണ്ട്. ഈ വീട്ടിൽ അവരറിയാത്ത ഒന്നും സമാധാനം മാത്രമല്ല. സമാധാനം ഇല്ലാത്ത ഇപ്പൊ പാസ്പോർട്ട് ഉണ്ടോ? യാത്ര പോകാൻ പറ്റുമോ? പിന്നെ യാത്ര അതായത് യാത്ര എന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ അറിവ് കിട്ടും. അപ്പൊ അറിവിനോടുള്ള ഒരു ഇത്, അപ്പൊ അതാണ് ഞാൻ അറിവില്ലാതിരിക്കണത്. അത് എനിക്കറിയില്ല, ചേച്ചിയുടെ താല്പര്യം പോലെ. ഈ റൂമിനകത്താണ് നമ്മുടെ റാംബോ ഇരിക്കുന്നത്. പക്ഷെ റാംബോ കിടന്നുറങ്ങാൻ തോന്നുന്നു. പുള്ളിക്കാരത്തേക്ക് പെറ്റ്സ്, അതായത് ക്യാറ്റിനോടാണ് താല്പര്യം, ഡോഗിനോട് താല്പര്യമില്ലെന്നാ പറഞ്ഞേ. എനിക്കൊരു സാമി, എന്റെ ഒരു ക്യാറ്റ് ഉണ്ട്. ഞങ്ങൾക്ക് റാംബോ ഉണ്ട്, ബീഗും ഉണ്ട്. ഇതാണ് പട്ടികൾ എന്ന് പറയുമ്പോ പേടി വരില്ല, അതാണ് പ്രശ്നം. ഓക്കെ, ചേച്ചി ലോകത്തിലെ ഏറ്റവും സ്നേഹമുള്ള സാധനമാണ് പട്ടി. പൂച്ചക്ക് സ്നേഹമില്ലാത്തതാണ്. ഈ പട്ടി പൂച്ച ഫൈറ്റ് നെവർ എൻഡിങ് ഫൈറ്റ് ആണ്. എനിക്കത് ചെയ്യണ്ട. ഇതാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞ ഞങ്ങളുടെ ബീഗു. പൂച്ചേനേക്കാളും സ്നേഹമുള്ള ചേച്ചി. യെസ്, ഇത് കണ്ടോ, ചേച്ചിയുടെ പൂച്ചേനേക്കാളും സ്നേഹമുള്ള സാധനമാണ്. ഒരു പൂച്ചയുടെ അത്രേ ഉള്ളൂ. ഇത് കണ്ടോ, ഒരു പൂച്ചയുടെ അത്രേ ഉള്ളൂ. ഇത് പാവ. ഇവനങ്ങനെ ആരും അക്രമകാരി ഒന്നുമില്ല, കടിക്കൂല. ചേച്ചി ഇത് കണ്ടോ, വായി വിരലിട്ടാ പോലും കടിക്കും. അത് പിന്നെ ഞങ്ങളുടെ റാംബോയും പിന്നെ ഇവനും പാർട്ണർഷിപ്പിലാണ് ഇതൊക്കെ നടന്നേക്കുന്നത്. യെസ്, എന്നാ സെബിനെ വാ. ഇനി ഇദ്ദേഹമാണ് സെബിൻ. അതിനെ കൊണ്ട് വെച്ചേടാ, അതൊരു പാവാ. ഇപ്പൊ ഈ ഏരിയയിൽ വരുമ്പോ നമ്മളൊരു കുട്ടി ക്യാമറ കാണുന്നുണ്ടല്ലോ. അതെ, അത് ഞങ്ങൾ നേരത്തെ ബ്ലോഗ് ചെയ്തോണ്ടിരുന്ന സാധനമാണ്. ആൾക്കാരുടെ തെറി കൂടുതലായപ്പോ അത് നിർത്തി. നിങ്ങളുടെ ഇപ്പൊ ഒരു ക്യാമറന് ഈ സാധനം ഉപയോഗിക്കുന്നുണ്ട്. എനിക്കൊരു ജിജ്ഞാസ. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ഇതിനെ കുറിച്ച് കൂടുതൽ ആരാഞ്ഞ് കഴിഞ്ഞപ്പോ പറഞ്ഞു, നീ മര്യാദയ്ക്ക് ഉപയോഗിച്ചത് നല്ലതെന്ന് പറഞ്ഞു. അപ്പൊ അതിനെ കുറിച്ച് കൂടുതൽ ചോദിക്കാൻ വേണ്ടി കൊണ്ടുവന്നാ. ഐശ്വര്യല്ല, ക്യാനോൺ. ഇപ്പൊ ഞങ്ങള് പാനാസോണിക് S1H ഐഫോണിലാണല്ലേ ഷൂട്ട് ചെയ്യണേ. പിന്നെ ഇവിടെ നമ്മുടെ റാംബോനെ പോലെ ഉണ്ടല്ലോ ഒരു ബൊമ്മ. യെസ്, അത് കൊച്ചിന് മേടിച്ചു കൊടുത്താണ്. അവൻ ഉപയോഗിക്കാത്തോണ്ട് കരയുവാണ്. അതുകൊണ്ട് അവിടെ ഇങ്ങനെ വെച്ചാ. ഉപയോഗിക്കാത്തോണ്ട് കരയാണ്? അല്ല, അവനിത് കാണുമ്പോ പേടി. അവൻ ആനേനെ ഇങ്ങനെ സാധനങ്ങളൊക്കെ പേടിയാണ്. അപ്പൊ അതുകൊണ്ട് അല്ല,
മേടിച്ച് കൊടുക്കുന്നതുകൊണ്ട് വരെ കുഴപ്പമില്ലായിരുന്നു. അത് ഏതോ കാർട്ടൂൺ കണ്ട് പേടിയായി, അത് പിന്നെ അത് ഇങ്ങനെയായി. അതാണ് യാഥാർത്ഥ്യം. ഇവിടുത്തെ ലാംപ്സും ആക്ച്വലി ഭയങ്കര രസമാണ് കേട്ടോ. അതെ അതെ അതെ. ഇത് ഞങ്ങൾ ഇതേപോലെ തന്നെ ഞങ്ങൾ പേശി മേടിച്ച ഇതിന് 1200 അത്ര ഉള്ളൂ. ഒരു സ്ഥാനം 200 രൂപ ഇതിനോ? അത്രേ ഉള്ളൂ. ഇതിപ്പോ എനിക്ക് വേണേ പറയാം, ഇപ്പൊ ചേച്ചി വന്നു പറയാം, ഇത് നോക്കൂ എനിക്ക് ചൈനയിൽ നിന്ന് കൊണ്ടുവന്ന സോഫയാണ്, ഇത് വേണേ ലോകത്തിലില്ലാത്ത സാധനമാണ്, 5 പേർ അല്ല കേക്കൂ വേണേ അങ്ങനെ പറയാം. പക്ഷെ ഇത് ബേസിക്കലി ഇതിന് 86,000 രൂപ പറഞ്ഞു. അപ്പൊ ലിബിൻ പറഞ്ഞു ഒരു 32,000 രൂപയ്ക്കാണ് തന്നേക്കാൻ പറഞ്ഞു. അപ്പൊ നമ്മൾ കയറുന്ന കടയ്ക്ക് വ്യത്യാസങ്ങളുണ്ട്, നമ്മൾ അങ്ങനെ വലിയ പോഷൻ നോക്കി കയറത്തില്ല. അപ്പം പുള്ളി പറഞ്ഞു ഈ കിച്ചൺ പണിത ആൾ തന്നെയായിരുന്നു. അപ്പൊ പുള്ളി അത് ഞങ്ങൾക്ക് തന്നു, അങ്ങനെ മേടിച്ച. നമ്മൾക്കൊരു സാരി പോലും എനിക്ക് സോഫയൊക്കെ ഞങ്ങൾ ഏത് കട ചെന്നാലും ചോദിക്കും, കാരണം കരയുന്ന കൊച്ചിന് ഇതിനൊക്കെ ചെറിയ നിസ്സാര കാശുള്ളൂ. ഇതിന് ഇച്ചിരി പൈസ, ഇതിന് 9,000 10,000 12,000 അത്രേ ഉള്ളൂ അതിനൊക്കെ. ചേച്ചി നമുക്ക് വായി നാക്കൊണ്ട് നമുക്ക് ചെറിയ പൈസക്ക് എല്ലാ സാധനം ഇവൻ ആ സാധനം ഇല്ല ചേട്ടൻ 2,500 പറഞ്ഞു. ഞാൻ പറഞ്ഞു ചേട്ടൻ ഭയങ്കര ലാഭം കിട്ടുന്ന സാധനം അങ്ങനെ 1,500 ഞാനൊരു കാര്യം ചെയ്യാം, ഈ ഹോം ടൂർ കൂടെ ഞാൻ ഇനി വീടേക്കുമ്പോ നിങ്ങളെ വിളിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും ഞങ്ങൾ വരുന്നതല്ല, കാരണം പരമാവധി കടയിൽ ഞങ്ങൾ തെറിയായിട്ട് മടുത്തു, ഇനി വയ്യ, അതുകൊണ്ടാണ്. ഇനി ഈ ഒരു ഇത് അപ്പൻ എന്റെ വല്യപ്പൻ. അപ്പൊ ഇത് ഞങ്ങളുടെ വല്യപ്പൻ മൈക്കിൾ എന്നാണ് പേര്. ഇത് ഈ പുള്ളിക്കാരൻ അതേ പേര് തന്നെയാണ് എന്റെ മകനിട്ട്. ഞങ്ങൾ പാരമ്പര്യമായിട്ട് എല്ലാരും പിന്തുടരുന്നത് വല്യപ്പനെയാണ്. അല്ല അതിലൊരു പല്ല് കൂടുതൽ, അത് ഞങ്ങൾ ഇവിടുത്തെ ഒരു കടക്കാർ കൊണ്ടുവന്നത്. അതിന് പല്ല് വെച്ച് തന്നു. അവൻ അന്നത്ര പല്ലില്ലായിരുന്നു, അവന് എണീറ്റില്ല. ഇല്ല, ഇത്രയും പല്ല് ചെറുപ്പത്തിൽ ഇത്രയും പല്ലില്ലായിരുന്നു. പിന്നെ ഇത് ഇവിടെ ഒരു മീനൊക്കെ ഇടുന്ന ഒരു സെറ്റപ്പ് ആയിരുന്നു. മീന് പിന്നെ അതെങ്ങനെ അപ്പനടുത്ത് എവിടെ കളഞ്ഞു. വേറെ ഇവിടെ മറ്റേ ഗിറ്റാർ വായിക്കുന്നതാണ്. ഇത് എന്റെ ഒരു കൂട്ടുകാരൻ റസാഖ് എന്ന് പറഞ്ഞാൽ ഇത് പണിത് ഈ ബിൽഡിംഗ് പണിത ആള്. പുള്ളിക്ക് വരയ്ക്കാൻ വേണ്ടി ഇതിനകത്ത് കുറെ അവസരങ്ങൾ കൊടുത്തു. അല്ലല്ല, ഇതിപ്പോ കിച്ചണിലേക്ക് വന്നേ. പുള്ളി ഇവിടെയൊക്കെ കുറെ സ്ഥലത്ത് വരച്ചു വെച്ചിട്ട്. ഇതുണ്ടോ ഈ കാണുന്ന ഇവിടെ കണ്ടോ, ഇത് പുള്ളിക്കാരൻ നമ്പറാ. വീട് പണിതാലൊന്നും ഇവിടെ കുഞ്ഞൊരു കസേര കണ്ടുല്ലോ. യെസ്, ഇത് മൈക്കിളിന് വേണ്ടി മേടിച്ച ചാരി കസേര. 2,200 പറഞ്ഞിട്ട് 1,500 മേടിച്ച കസേര. ശരി, ഇതേപോലത്തെ ഒരു ചാര കസേരയൊക്കെ വാങ്ങി ഇവിടെ ഇരുന്ന് അവിടെ ഇങ്ങനെ ചായ ഒക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കണമെന്ന് താല്പര്യമില്ല. ബാ ഇനി മേലോട്ട് പോവാം. നമ്മളിപ്പോ ഇനിയിപ്പോ നേരെ മേലോട്ട് പോവാണ്. മേളിൽ നിന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങളുടെ സ്വപ്ന പദ്ധതികളൊക്കെ ഉള്ളത് മേളിലാണ്. ചേച്ചി ദയവായി മേളിലേക്ക് വരിക. ഇത് ഇവിടെ സൈഡിൽ ഇത് മൊത്തം കിട്ടാൻ വേണ്ടി. ഇതാണ് ഞങ്ങളുടെ വാഹനങ്ങളുടെ ബാക്കി പത്രം. ഇത് ഞങ്ങൾ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചാക്കുന്ന. ഇത് കണ്ടോ, ഇതാണ് ആദ്യമായിട്ട് പിന്നെ ഞങ്ങളുടെ യാത്ര ചെയ്ത ടയർ. ഇത് കൊടുക്കാതെ ഇങ്ങനെ ഇട്ടാക്കുന്നത്. ഇത് ഞങ്ങളുടെ ഒരു പിന്നെ ഇതുണ്ടായിരുന്നു ഒരു സ്കോർപിയോ, അതിന്റെ ടയർ. ഇത് ഞങ്ങളുടെ മറ്റേ വണ്ടിയുടെ ടയർ. ഇതൊക്കെ ഓരോ സ്ഥലങ്ങളിൽ യാത്ര ചെയ്തുകൊണ്ട് ഒരു മെമ്മറീസിനായിട്ട് ഇതൊന്നും കൊടുക്കാതെ ഇങ്ങനെ. ഇതിനകത്ത് കുറേ സാധനങ്ങളുണ്ട്. ബോട്ട് പോലും കൊടുക്കൂല, എല്ലാ സാധനങ്ങളും. അതുകൊണ്ട് ഇതൊക്കെ വണ്ടിയുടെ ഇത് നിയമപ്രശ്നം വന്നു, ഈ സാധനം വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. എന്നാ ബുൾ കാരിയറോ എന്ന് പറഞ്ഞ എന്തൊരു പേര് പറയും. അപ്പൊ അത് വെക്കാൻ പാടില്ല. അത് ഒരു നമ്മള് മഞ്ഞുള്ള സ്ഥലത്ത് പോകുമ്പോ ഷവല് പോരാനുള്ള ഷവല് വരെ ഇതുണ്ടോ, മഞ്ഞുള്ള സമയത്ത് ഉപയോഗിക്കുന്നത്. ഇവര് കുറെ എക്യുപ്മെന്റ്സ് കുറെ ഉണ്ട്. അതായത് മഞ്ഞുള്ള സ്ഥലത്ത് വണ്ടി സ്റ്റാർട്ട്. പിന്നെ ലൈറ്റ് വേണം, ഇവിടെ വേണം ചാക്ക് കണക്കിന് കിടപ്പുണ്ട്. ഇതുണ്ടോ ഓസ്ട്രേലിയ, ഇത് കണ്ടോ ഇങ്ങുവാ ഇത് ഇതിനകത്തൊക്കെ നിറച്ചും പിന്നെ ലൈറ്റുകൾ, വണ്ടിയുടെ സംബന്ധമായ സാധനങ്ങള്, അന്ന് കുക്ക് ചെയ്ത സാധനങ്ങള്, പിന്നെ ബാരലിലെ എണ്ണ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. അപ്പൊ ഇനി ഇതേപോലെ ലോങ് ട്രിപ്പ് പോകുമ്പോ ഇതൊന്നും എടുത്തിട്ട് പോവോ? ഇല്ല, അത് ഓരോ വണ്ടിക്ക് ഓരോന്നാ. വിദേശ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകാൻ സർട്ടിഫിക്കറ്റ് സാധനങ്ങളുണ്ട്, അതൊക്കെ ആ വണ്ടിയിലുണ്ട്. അപ്പൊ ഇനി പാസ്പോർട്ട് കിട്ടി കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ വണ്ടി ഇവിടുന്ന് ഈ അങ്ങാടിക്കടവിൽ നിന്ന് നമ്മൾ വണ്ടി ഓടിച്ച് അമേരിക്കയിൽ പോവാ. അങ്ങനെ ഇവിടുന്ന് വണ്ടി ഓടിച്ച് ഇന്ത്യയിൽ നിന്ന്, നേപ്പാളിൽ നിന്ന്, ചൈന വഴി ഇപ്പൊ കസാക്കിസ്ഥാനിലാണ്. ഇനി അത് അവിടുന്ന് റഷ്യ വഴി യൂറോപ്പിന് പോയി, അങ്ങനെ അമേരിക്ക വഴി. അതെ അതെ, ഞാൻ പോകാൻ സാധനമില്ലല്ലോ. കഥ ചോദിച്ചിട്ട് നിങ്ങൾ കഥയിൽ ആരാന്ന് ചോദിച്ചു ഞാൻ എന്നാ പറയാനാ അല്ലേ? ആ, ഇനി കൂടുതൽ കാണിച്ചു കഴിഞ്ഞാൽ നാറും, അതുകൊണ്ടില്ല. അപ്പൊ ശരിക്കും ഈ വീട്ടിൽ എത്ര ബെഡ്റൂം? ഈ വീട്ടില് കറക്റ്റ് പറയാനുള്ള 5 ബെഡ്റൂം ഉണ്ട്. 5 ബെഡ്റൂം ആണ് ലിവിന്റെ. ആകെ ഒരു ബെഡ്റൂം, ഒരു ടീറ്റർ കൊടുക്കും 5. ബെഡ്റൂം വെറുതെ പറയാലേ,
ഈ വീട്ടിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ വീട് ഇവരുടെ ഫുൾ ഹാർഡ് വർക്ക് ആണ് Yes. അല്ലേ? അതായത് ഞങ്ങൾ ആരും ഏൽപ്പിച്ചില്ല. ഞങ്ങൾ സ്വന്തമായിട്ട് ഞങ്ങളുടെ കൂട്ടുകാർ സെറ്റപ്പ്, പിന്നെ ഞങ്ങളുടെ നിങ്ങളാണോ കല്ലൊക്കെ ഇട്ട് പണിത്? അല്ല ഞങ്ങളുടെ അടുത്തുള്ള ആൾക്കാർക്കെല്ലാം ഇപ്പൊ റസാഖ് എന്ന് പറഞ്ഞ ഞങ്ങളുടെ അടുത്ത ആളാണ്. എല്ലാം കൊണ്ട് അങ്ങനെ പണിത് അങ്ങനെ കോസ്റ്റ് ആയിട്ട് പണിത്. അതാണ്. അപ്പൊ എല്ലാം അങ്ങനെ ആ ഒരു ഹാർഡ് വർക്കിലും ഇവരുടെ ആ ഒരു പ്രയത്നത്തിൽ വന്നിട്ടുള്ളതാണ് ഈ വീട്. അപ്പൊ അതുപോലെ തന്നെ ഈ വീട്ടിൽ ഇവർക്ക് ആ സന്തോഷം അതുപോലെ തന്നെ ഭയങ്കര പ്രഷ്യസ് ആണ്. അപ്പൊ ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഈ ഒരു അല്ല അതിണ്ട് വൈൻഡപ്പ് ഒക്കെ ഞാൻ ഇവിടെ തന്നെ കൊടുക്കാം. നമ്മുടെ ഈ ലോഗോന്റെ ഫ്രണ്ടിൽ തന്നെ എനിക്ക് വൈൻഡപ്പ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ പ്ലസ് നമ്മുടെ ഒരു ഇംഗ്ലീഷും പറഞ്ഞ് എന്തെങ്കിലും ഒരു ഇംഗ്ലീഷിൽ പറയട്ടോ വൈൻഡപ്പ്. അപ്പൊ ഞാൻ മലയാളത്തിൽ അതെ മലയാളത്തിൽ പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ വന്നു നല്ല മനോഹരമായി ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ എടുത്തിട്ട് ഞങ്ങളെ എനിക്ക് വേണ്ടി വെരി താങ്ക് യു ഫോർ ബിഹൈൻഡ് ദ ഐസ് അവർ ഹോം കമ്മിങ് യു. എനിക്ക് അങ്ങനെ പറയാറുള്ളൂ. ഐസ് അല്ലേ? ബിഹൈൻഡ് ദ വുഡ്സ്. Behind the woods, thank you for you coming our home, visiting and eating and all and team. going. I'm respecting everyone. Yeah, okay. So, ഞാൻ ഇന്ന് ഈ വീടിനോട് വിട പറയാൻ പോവുകയാണ്. ഓക്കെ, മേടിക്കുന്ന കാശിനുള്ള പണിയെടുക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ എനിക്ക് ബിരിയാണി വാങ്ങി തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ അതാണ് താഴെ വെക്കും. ഇന്നലെ ഞാൻ പോവുള്ളൂ. അപ്പൊ താങ്ക് യു സോ മച്ച്. Meet again. ഓക്കെ, താങ്ക് യു. Meet again. മൈക്കിളെ meet again കൊടുക്ക്. Meet again കൊടുക്ക്. ടാറ്റാ. ഞാൻ പോയിട്ട് വരാം. ടാറ്റാ. എന്നെ വന്ന പോലെ മൈൻഡ് ചെയ്തിട്ടില്ല. ടാറ്റാ. ബൈ ബൈ. വ്യത്യാസം മനസ്സിലാക്കൂ, നല്ല മാത്രം കഴിക്കൂ. മസ്ലീസ്, the true ice cream. ഗോപുനന്ദിലെ ജിമാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. 70% വരെ ഡിസ്കൗണ്ടും നേടൂ. ഗോപുനന്ദിലെ ജിമാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.